Okay, page number 20, procedure of elections. Every country has its own system and procedure of elections. In India, whenever a new Lok Sabha or a state assembly is due to be elected or if a by-election is to be held, the Election Commission draws up a program of election and announces it. Let us read the steps involved in an election procedure. അപ്പോൾ നമുക്കറിയാം ഇലക്ഷനില് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു 7 സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ ആദ്യം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ഥാനാർത്ഥി ആരാന്ന് ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം സ്ഥാനാർത്ഥി വോട്ടേഴ്സിനെ പോയി മീറ്റ് ചെയ്യണം, അല്ലെ? അങ്ങനെ കുറെ പ്രൊസീജിയർ നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, the President of India issues a notification calling upon the people to elect their representatives to constitute a new Lok Sabha. Similarly, governors issue a notification to elect legislative assemblies in states. എന്താ പറഞ്ഞേ? ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് the President of India issues a notification. എന്ത് ചെയ്യണം? ഇന്ത്യൻ പ്രസിഡന്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യണം. calling upon the people to elect the representative. അതായത് ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷനിലേക്ക് റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കാനുള്ള റെപ്രസെന്റേറ്റീവിനെ എലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആര് അനൗൺസ് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ആദ്യം ഇന്ത്യൻ പ്രസിഡന്റ് ഇലക്ഷനുള്ള റെപ്രസെന്റേറ്റീവിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെ ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. സെക്കൻഡ് വൺ, the election commission announces the election schedule for filling nomination purpose. സെക്കൻഡ് വൺ, നോമിനേഷന്, അതായത് നോമിനേഷൻ കൊടുക്കണ്ടേ? റെപ്രസെന്റേറ്റീവിനെ ആദ്യം സെലക്ട് ചെയ്യുക, അതിനുശേഷം അത് നോമിനേഷൻ കൊടുക്കുക. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്യും എന്ത്? the election schedule for filling nomination paper. നോമിനേഷൻ പേപ്പർ ഫില്ല് ചെയ്യാനുള്ള അനൗൺസ്മെന്റ് ആര് കൊടുക്കും? ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. തേർഡ് വൺ, പൊളിറ്റിക്കൽ പാർട്ടീസ് സെലക്ട് കാൻഡിഡേറ്റ്സ് ഫോർ വേരിയസ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. A few non-party or independent candidates may also contest elections. എന്താ പറഞ്ഞേ? അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ്, പൊളിറ്റിക്കൽ പാർട്ടീസ് സെലക്ട് കാൻഡിഡേറ്റ്സ് ഫോർ വേരിയസ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കും വേണ്ട കാൻഡിഡേറ്റ്സിനെ പൊളിറ്റിക്കൽ പാർട്ടീസ് സെലക്ട് ചെയ്യാം. Third step, political parties select candidates for various constituencies. Okay. Fourth one, people who wish to contest the election file their nomination papers and deposits a fixed amount of money as security with the returning officer. നാലാമത്തേത്, ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ആൾക്കാരെ നോമിനേഷൻ പേപ്പർ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും. ഇത്ര എമൗണ്ട് നോമിനേഷന് വേണ്ടി കെട്ടിവെക്കണം, ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പൊ ആ പൈസയും ഈ നോമിനേഷൻ പേപ്പറും കൂടെ ആരുടെ അടുത്ത് എത്തിക്കണം? റിട്ടേണിംഗ് ഓഫീസറിന്റെ അടുത്ത് എത്തിക്കണം, അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഫേസ്ബുക്കിലും അല്ലാതെ ഇവിടെയൊക്കെ പേപ്പറിലൊക്കെ കാണുന്നില്ലേ, ഓരോ ഏരിയയിൽ ഓരോ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക ഇന്ന ആള് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം നമ്മുടെ പെരിങ്ങോം ഭാഗത്ത് കണ്ടില്ലേ? നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ആവശ്യമായ പണം ബാങ്ക് ജീവനക്കാർ കൈമാറി, പിന്നെ തൊഴിലുറപ്പുകാർ കൈമാറി എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ? അപ്പൊ ഫിക്സഡ് എമൗണ്ട് സ്ഥാനാർത്ഥി കെട്ടിവെക്കണം. അപ്പൊ അതും ഫില്ല് ചെയ്ത പേപ്പറും റിട്ടേണിംഗ് ഓഫീസറിന്റെ അടുത്ത് എത്തിക്കുക. ദാറ്റ് ഈസ് ഫോർത്ത് സ്റ്റെപ്പ്. Then fifth one, the returning officer examines all nomination papers. After scrutiny, only the valid ones are allowed to contest. അപ്പൊ ഇവര് കൊടുത്ത ഇത് റിട്ടേണിംഗ് ഓഫീസർ പരിശോധിക്കും. റിട്ടേണിംഗ് ഓഫീസർ പരിശോധിച്ച് അതിന് ഏബിൾ ആയ ആൾക്കാരെ അല്ലെങ്കിൽ എന്താ പറയാ അതിനെ ക്വാളിഫൈ ആൾക്കാരെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? നോമിനേറ്റ് ചെയ്യുന്നു. Step 6, the returning officer allowed separate election symbol to each of the remaining candidates. റിട്ടേണിംഗ് ഓഫീസർ സെപ്പറേറ്റ് ഇലക്ഷൻ സിമ്പിൾ വേറെ ഇലക്ഷൻ സിമ്പിൾസ് കൊടുക്കുന്നു. നമുക്കറിയാം അരിവാൾ നക്ഷത്രം, കൈപ്പത്തി, താമര, ഇങ്ങനെ കുറെ ഇല്ലേ, രണ്ടില, ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ. അത് സെപ്പറേറ്റ് ഇലക്ഷൻ സിമ്പിൾസ് ടു ഈച്ച് ഓഫ് ദ റിമൈനിങ് കാൻഡിഡേറ്റ്സ്. Last one, voters go to the polling booths and cast their votes on the day fixed by election commission. ലാസ്റ്റ് ദിവസം ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ഷന്റെ അന്ന്
വോട്ടേഴ്സ് എവിടെ പോവാ? വോട്ട് ചെയ്യാൻ വേണ്ടി പോവാ. ഇതാണ് ഏത് സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് ഇലക്ഷൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ, the President of India issues a notification calling upon the people to elect their representatives. Second one, Election Commission announces the election schedule for filling nomination papers. Third one, political parties select candidates for various constituencies. Fourth one, people who wish to contest the election file their nomination papers and deposit a fixed amount of money as security with the returning officer. നാലാമത്തത്, അതിന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നോമിനേഷൻ പേപ്പർ ഫില്ല് ചെയ്ത് ഫിക്സഡ് എമൗണ്ട് കൂടെ റിട്ടേണിംഗ് ഓഫീസറിന് മുമ്പിൽ ഹാജരാക്കുക. ഫിഫ്ത് വൺ, റിട്ടേണിംഗ് ഓഫീസർ എക്സാമിൻസ് ഓൾ നോമിനേഷൻ പേപ്പേഴ്സ്. റിട്ടേണിംഗ് ഓഫീസർ എന്ത് ചെയ്യാം? എല്ലാ നോമിനേഷൻ പേപ്പറും കൂടെ ഒന്ന് എക്സാമിൻ ചെയ്യാം. എക്സാമിൻ ചെയ്തതിനു ശേഷം ആരാണോ അതിന് ക്വാളിഫൈ ചെയ്യുക ആൾക്കാർ, ക്രിമിനൽസിനെ ഒക്കെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുവോ? ഇല്ല. കേസ്, അതായത് ക്രിമിനൽ കേസും അങ്ങനെ കേസുള്ള ആൾക്കാരെയൊന്നും ഇതിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ക്വാളിഫൈഡ് അല്ല. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തി ക്വാളിഫൈ ആയ ആൾക്കാർക്ക് നോമിനേഷൻ നൽകുക. സിക്സ്ത് വൺ, റിട്ടേണിംഗ് ഓഫീസർ അലൗഡ് സെപ്പറേറ്റ് ഇലക്ഷൻ സിംബൽസ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? റിട്ടേണിംഗ് ഓഫീസർ ഓരോരാൾക്കും അവരുടേതായ ചിഹ്നം അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. Last step, seventh step, voters go to the polling booth and cast their vote. Okay, last step എന്ന് പറയുന്നത് ഇലക്ഷന്റെ അന്ന് നമ്മൾ ചെയ്യും. ഓക്കെ, എന്താ പറഞ്ഞേ? അതിന്റെ ബാക്കി അപ്പുറത്തെ പേജിന്റെ മേലുണ്ടല്ലോ. ഓക്കെ, ഞാൻ കണ്ടില്ല മോനെ. ഓക്കെ, എയ്ത്ത് വൺ. ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞു. സെവൻത് സ്റ്റേജ് നമ്മൾ പറഞ്ഞെന്താ? നമ്മള് വോട്ട് ചെയ്യാൻ പോവാ. വോട്ട് ചെയ്തതിനു ശേഷം എന്താ സംഭവിക്കുക നോക്കാം. കൗണ്ടിങ് ഓഫ് വോട്ട്സ് ടേക്ക് പ്ലേസ് അറ്റ് എ സെൻട്രലൈസ്ഡ് പ്ലേസ് അണ്ടർ ഹെവി സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഓൺ ഡേ ഫിക്സഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പൊ എന്ത് ചെയ്യും? ഒരു സെൻട്രലൈസ്ഡ് പേഴ്സണിൽ, ഒരു കേന്ദ്രീകരിച്ച ഒരു സ്ഥലത്ത് വെച്ച് വോട്ട് എണ്ണും അല്ലേ? അതെല്ലാരെയും കാണിച്ചുകൊണ്ടാണ് വോട്ട് എണ്ണുക? ഇല്ല. ഒരുപാട് സെക്യൂരിറ്റി, പോലീസ് അങ്ങനെയുള്ള സെക്യൂരിറ്റിയുടെ പ്രസൻസിലാണ് വോട്ട് എണ്ണുക. ഓക്കെ, ഇപ്പൊ ബാലറ്റ് പേപ്പർ നമ്മളവിടെ പോളിംഗ് ബൂത്തിൽ ഇത്ര വോട്ട് കഴിഞ്ഞാൽ ഇന്ന ദിവസമാണ് വോട്ട് എണ്ണുക എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം അവിടെ എന്തുണ്ടാവും? ആ വോട്ട് എണ്ണുന്ന ദിവസം വരെ അവിടെ എന്തുണ്ടാവും? സെക്യൂരിറ്റി ഉണ്ടാവും. വോട്ട് എണ്ണി ബാലറ്റ് പേപ്പർ അവിടെ വെച്ചിട്ട് അവർ പോവോ? ബാലറ്റ് പെട്ടി അവിടെ വെച്ചിട്ട് അവർ പോവോ? ഇല്ല. അതിന് സെക്യൂരിറ്റി ഉണ്ടാവും. പിന്നെ വോട്ട് എണ്ണുന്ന ദിവസവും സെക്യൂരിറ്റി. അപ്പൊ സെക്യൂരിറ്റി പ്രസൻസോട് കൂടി വോട്ട് എണ്ണി തിട്ടപ്പെടുത്തും. Step 9. Once all the votes has been counted, the returning officer declares the candidates who secures the maximum number of votes as elected. The winner also gets a certificate from him. അങ്ങനെ റിട്ടേണിംഗ് ഓഫീസർ അവരെണ്ണിയ വോട്ട് തിട്ടപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്യും? വിന്നർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആർക്കാണോ മാക്സിമം നമ്പർ ഓഫ് വോട്ട്സ് കിട്ടിയത്. ഇപ്പൊ 300 വോട്ട് വന്നു, 300 വോട്ടാണ് ആൾക്കാർ ചെയ്തിട്ടുള്ളതെങ്കിൽ 151 കിട്ടിയ ആള് ജയിച്ചു അല്ലെ? പകുതിയിൽ കൂടുതൽ കിട്ടണ്ടേ? അത് കിട്ടിയ ആള് ജയിച്ചു. അവർക്ക് എന്ത് ചെയ്യും? വിന്നർക്ക് അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. Then last step, every elected person goes to the respective house, Lok Sabha or Assembly, to which she or he has been elected and takes the oath of the office. അതിനുശേഷം എന്തുണ്ടാവും? ഒരു പ്രതിജ്ഞ ഉണ്ടാവും. സത്യപ്രതിജ്ഞയില്ലേ? അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? അവരുടെ റെസ്പെക്റ്റീവ് ഹൗസിലേക്ക് പോകും. അപ്പൊ അവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. അവരെ അധികാരം ഏറ്റെടുക്കും. ഇത്രയാണ് ഈ 10 സ്റ്റെപ്പാണ് ഏത് പ്രൊസീജിയർ ഓഫ് ഇലക്ഷൻസിലുള്ളത്. മനസ്സിലായില്ലേ? ഒന്നാമത്തത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യും. രണ്ടാമത്തത് ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്യും. എന്ത്? നോമിനേഷൻ പേപ്പർ ഫില്ല് ചെയ്യാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ അനൗൺസ്മെന്റ്. തേർഡ്, പൊളിറ്റിക്കൽ പാർട്ടീസ് സെലക്ട് ദർ റെപ്രസെന്റേറ്റീവ് ഇൻ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. Fourth one, people who wish to contest the election file the nomination paper and pay the fixed amount of money. Okay. Next one, returning officer examines the all nomination papers. Sixth one, returning officer allows separate election symbols. Then next one, voters go to the polling booth and cast their votes. Then eighth one, counting the votes takes place at a centralized place. Centralized either place which vote and then next one, once all the votes have been counted,
the returning officer declares the candidate who secures the maximum number of votes. അതായത് വോട്ട് എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം റിട്ടേണിംഗ് ഓഫീസർ ഒന്നും കൂടെ ഡിക്ലെയർ ചെയ്യും എന്ത് ആർക്കാണ് മാക്സിമം വോട്ട് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് അവരെ വിന്നറായി പ്രഖ്യാപിക്കും. അദ്ദേഹം അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകും. ലാസ്റ്റ് വൺ, every elected person goes to the respective house. ഓരോ ജയിച്ച വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ ജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്ത വ്യക്തികള് അവരുടേതായ റെസ്പെക്റ്റീവ് ഹൗസിലേക്ക് ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ അസംബ്ലിയിലേക്കോ പോകും. അവിടുന്ന് അവര് പ്രതിജ്ഞ ചെയ്യുന്നു, സ്ഥാനം ഏറ്റെടുക്കുന്നു. ഇത്രയാണ് നമ്മുടെ ഇലക്ഷന്റെ പ്രൊസീജിയർ. മനസ്സിലായോ മക്കളെ? മനസ്സിലായില്ലേ? യെസ്. നെക്സ്റ്റ് വൺ, സീക്രട്ട് ബാലറ്റ്. നെക്സ്റ്റ് വൺ, സീക്രട്ട് ബാലറ്റ്. ലിസൺ. People exercise the freedom of choice to elect their representatives without any interference. അതിനു മുമ്പ് this requires that nobody should know in whose favor a voter has cast her or his vote. It should remain a secret even after voting. Only a secret ballot can guarantee this freedom and privacy to voters. Thus, secret ballot is an essential feature of democratic elections. People exercise their freedom of choice to elect their representatives without any interference. നമുക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? എക്സസൈസ് their freedom. നമുക്ക് നമ്മുടെ ഫ്രീഡം, സ്വാതന്ത്ര്യത്തോടെ എന്ത് ചെയ്യാനുള്ള അവകാശവും നമുക്കുണ്ട്. പിന്നെ നമുക്ക് അവരെ റെപ്രസെന്റേറ്റീവിനെ, നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ എലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്, അല്ലെ? Yes. This requires that nobody should know whose favor a voter has cast her or his vote. നമുക്കറിയാം, നമുക്ക് നമ്മുടെ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ നമ്മളാണ്, അല്ലെ? ഇപ്പം എനിക്കുള്ള എന്റെ വോട്ട്, അതായത് പഞ്ചായത്ത് ഇലക്ഷൻ ഈസ് കമ്മിങ്, I have one vote. I can give my vote to anybody. നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഷോൺ മത്സരിക്കുന്നുണ്ട്, ഫെയ്ത്ത് മത്സരിക്കുന്നുണ്ട്, ആൻമനി മത്സരിക്കുന്നുണ്ട്, ശ്രേയ മത്സരിക്കുന്നുണ്ട്, ഒക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആരാണോ നല്ലത്, ഇപ്പം ഷോണിന്റെ പാർട്ടി ആയിരിക്കില്ല ഫെയ്ത്ത് മത്സരിക്കുന്ന പാർട്ടി ആയിരിക്കില്ല ആര്, ആൻമരിയുടെ പാർട്ടി, ആൻമരിയ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടി ആയിരിക്കില്ല ശ്രേയ, അല്ലെ? അപ്പൊ എനിക്കുള്ള വോട്ട് എനിക്ക് ആരാണോ, എല്ലാവരും വന്ന് എന്നെ കണ്ടിട്ടുണ്ടാവും. ഷോൺ പറയും മിസ്സേ എനിക്ക് വോട്ട് ചെയ്യണം, ഫെയ്ത്ത് പറയും മിസ്സേ എനിക്ക് വോട്ട് ചെയ്യണം, ആൻമരിയ പറയും മിസ്സേ എനിക്ക് വോട്ട് ചെയ്യണം, ശ്രേയ പറയും എനിക്ക് വോട്ട് ചെയ്യണം, അല്ലെ? ആഷിക്ക് പറയും എനിക്ക് വോട്ട് ചെയ്യണം. അപ്പൊ എന്റെ വ്യക്തിപരമായ ഞാൻ നോക്കും, ഷോൺ വന്നാൽ ഓക്കെ ഫില്ലിംഗ് ആണ്, കുഴപ്പമില്ല, ഫെയ്ത്ത് വന്നാൽ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഓരോരാളെ വിലയിരുത്തി എന്റെ വോട്ട് കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിക്കണം, അല്ലെ? അല്ല നീ ഇന്നയാൾക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയാനുള്ള അധികാരം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ആര് പറഞ്ഞാലും എനിക്ക് എന്റേതായ ഒരു ഫ്രീഡം ഉണ്ട്. ഞാൻ എന്റെ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാനും വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് എല്ലാവർക്കും, അല്ലെ? Then only a secret ballot can guarantee this freedom and privacy to voters. The secret ballot is an essential feature of democratic elections. So another essential feature of democratic election is secret ballot. Secret ballot is an essential feature of democratic election. അപ്പൊ ഡെമോക്രാറ്റിക് ഇലക്ഷന്റെ ഒരു എസെൻഷ്യൽ ഫീച്ചർ ആണ് ഇത്, സീക്രട്ട് ബാലറ്റ്. അപ്പൊ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നതെന്ന്, ഇപ്പൊ ഞാൻ ചെയ്ത വോട്ട് ആർക്കാണെന്ന് വേറൊരാൾക്ക് അറിയാൻ പറ്റുമോ? നെവർ, അറിയില്ല. അതിനാണ് അവിടെ എന്തുള്ളത്, സീക്രട്ട് ബാലറ്റ് ഉള്ളത്. അതായത് ഒരു സീക്രട്ട് ബാലറ്റ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് കാണിക്കുന്നു, അവരത് വെരിഫൈ ചെയ്യുന്നു, വെരിഫൈ ചെയ്ത് അടുത്ത ആളുടെ അടുത്തേക്ക് പാസ് ചെയ്യുന്നു, അവർ നമ്മുടെ കൈക്ക് സീല് വെച്ച് തരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സീക്രട്ട് ബാലറ്റിലേക്ക് പോകുന്നു. അവിടെ മറിച്ച് ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചെയ്തത് ആർക്കാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. മനസ്സിലായോ? ഇനി അവിടെ വരെ പോയി തിരിച്ചു വന്നാലും നോ പ്രോബ്ലം. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്ത ആർക്കാണെന്നോ, ചെയ്തുവെന്നോ, ആർക്ക് ചെയ്തുവെന്നോ, എത്ര വോട്ട് ചെയ്തുവെന്നോ, എത്ര വോട്ട് മീൻസ് അത് അസാധു, ഒന്നിൽ കൂടുതൽ കുത്തിക്കഴിഞ്ഞാൽ അസാധുവാണ്. നമ്മൾ അത് അസാധുവാണോ ചെയ്തതെന്നും ആർക്കും അറിയാൻ കഴിയില്ല. അതാണ് സീക്രട്ട് ബാലറ്റ്. Secret ballot is the another essential feature of democratic elections. Okay. The secret ballot was first introduced in Australia in 1856. Two different methods were used then. In the first one, a voter had to cross out all the candidates whom he did not want elected. In the second, a voter had to mark the corresponding box of the preferred candidate. നോക്ക്, ആദ്യമായിട്ട് സീക്രട്ട് ബാലറ്റ് കൊണ്ടുവന്നത് ഓസ്ട്രേലിയയിലാണ് in 1856. അപ്പം സീക്രട്ട് ബാലറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓസ്ട്രേലിയ in 1856.
Two different methods were used then. There were two methods used. First one, voter had to cross out all the candidates who he did not want elected. അതായത് നമുക്ക് ആവശ്യമില്ലാത്തതിനെ ക്രോസ് ചെയ്യാനുള്ളത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തതിനെ ക്രോസ് ചെയ്യാനുള്ള ഒരു സമ്പ്രദായം. Second one, voter had to mark the corresponding box of the preferred candidate. The prefer ചെയ്യുന്ന കാൻഡിഡേറ്റ് നേരെ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പൊ ആദ്യത്തെ സമയത്ത് നമ്മൾ പറഞ്ഞു secret ballot was first introduced in Australia in 1856. There were two methods were used there. First one, cross out all candidates who he did not want. നമുക്ക് ആവശ്യമില്ലാത്തവരെ എല്ലാവരെയും ക്രോസ് ചെയ്യാനുള്ള തെറ്റിടാനുള്ള ഒരു സമ്പ്രദായം. രണ്ടാമത്തത് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള വ്യക്തിയെ മാത്രം ടിക്ക് ചെയ്യാം. ഇപ്പൊ ഷോൺ ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, ആൻമരി ഉണ്ട്. ഷോണിന് ഇന്ന അടയാളം, ഫെയ്ത്തിന് ഇന്ന അടയാളം, ആൻമരിക്ക് ഇന്ന അടയാളം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ടിക്ക് ചെയ്യാം. ഞാൻ ആൻമരിക്കാണ് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആൻമരിക്ക് നേരെ ഞാൻ ടിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ആൻമരിന് മാത്രമാണ്, മറ്റവരെ രണ്ടാളും ഞാൻ ഒഴിവാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഷോണിന് ക്രോസ് ചെയ്യാം, ഫെയ്ത്തിനെയും ക്രോസ് ചെയ്യാം. അപ്പൊ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായോ? Secret ballot was first introduced in Australia in 1856. There were two methods were used there. First one, cross out all the candidates whom he did not want. Second one, tick the or mark the candidates preferred candidate. നമുക്ക് ആരാണോ പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ ആരെയാണോ പ്രിഫർ ചെയ്യുന്നത് ആ പ്രിഫേർഡ് കാൻഡിഡേറ്റിനെ നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, today electronic voting machines are commonly used in elections. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ എന്തായി മാറി? ഇലക്ട്രോണിക് മെഷീൻസ് ആയി. They feature the names of the candidates with the respective check boxes or buttons for the voters to make the choices. എന്താ പറഞ്ഞേ? ഇന്ന് അതൊക്കെ മാറി. ഇന്ന് എന്ത് ചെയ്യാ, ടിക്കും ക്രോസ് ഒക്കെ ചെയ്യണോ? വേണ്ട. ഇപ്പൊ എന്താണെന്നറിയോ, വോട്ടിങ്ങില് ഒന്ന് പ്രസ് ചെയ്താൽ മതി, നമുക്ക് ആവശ്യമുള്ള ഒരാളുടെ പേരുണ്ടാവും അല്ലെ. ജിഷ, ഫെയ്ത്ത്, ആൻമരിയ, ഷോൺ, ശ്രേയ, ആഷിഖ്, അങ്ങനെ കുറെ പേര്, ദിയ, അങ്ങനെയുള്ള പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബട്ടണിൽ പോയി നമ്മൾ പ്രസ് ചെയ്യാം. ഇന്നത്തെ വോട്ടിംഗ് മെഷീൻ അതാണ്. ഓക്കെ, ടുഡേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ഷൻസ്. They feature the name of the candidate with the respective check boxes or buttons for the voters to make the choice. പിന്നെ ഇലക്ട്രോണിക് മെഷീൻ ആണ്, ഇലക്ട്രോണിക് മെഷീൻ ഉണ്ടാവും, അതിന് നേരെ ഒരാളുടെ പേരുണ്ടാവും. മനസ്സിലായോ? താഴെ ഓരോരാളുടെ പേരും. ആൻമരിക്ക് നേരെ ഒരു ബോക്സ്, ഫെയ്ത്തിന് നേരെ ഒരു ബോക്സ്, ഷോൺ, ജിഷ, ദെൻ ദിയ, ആഷിഖ്, ശ്രേയ, അങ്ങനെ ഓരോരാളുടെ പേരുണ്ടെങ്കിൽ അതിന് നേരെ ഓരോ ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ പോയി നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് പ്രസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ആൾ ആരാണോ, നമ്മൾ ആരെയാണോ എലക്ട് ചെയ്യുന്നത്, ആരെയാണോ നമ്മൾ പിന്തുണയ്ക്കുന്നത്, അവർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നേരെയുള്ള ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇന്ന് അതൊക്കെ മാറി അല്ലെ. ഇന്ന് അതാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ടിക്കും ക്രോസ് ഒക്കെ മാറി, നമ്മൾ ഇന്നിപ്പം ഇലക്ട്രോണിക് മെഷീൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, then simple majority system. Next one, simple majority system. ഇത്രയും ഓക്കെ അല്ലേ മക്കളെ? എടുക്കട്ടെ. ഓക്കെ, how many votes should a candidate get to win an election? There can be different criteria for this. The absolute majority and simple majority are two such systems. Absolute majority means securing more than half of the total votes polled. Simple majority means securing the highest number of votes. Thus, people majority implies that the winning candidate may or may not have secured more than half of the total votes polled. This is the most commonly used system of election. It is used in our Lok Sabha and Vidhan Sabha state assembly elections. എന്താ പറഞ്ഞത്? നമുക്ക് നമ്മള് election കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിലെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുക നോക്കാം. How many votes should a candidate get to win an election? ഒരു ഇലക്ഷനിൽ വിൻ ചെയ്യണമെങ്കിൽ എത്ര വോട്ട് വേണമെന്നുണ്ടോ? അപ്പൊ നമുക്കറിയാം, നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു. If you have passed in an exam, നിങ്ങൾ എക്സാമിൽ പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? at least you got 18 marks out of 50 അല്ലേ?
അല്ലേ മക്കളെ? നിങ്ങളൊരു എക്സാമിൽ പാസ് ചെയ്യണമെങ്കിൽ, പാസ് ആവണമെങ്കിൽ എന്ത് വേണം? ഇഫ് യു വിൽ ഹാവ് പാസ് ഇൻ ആൻ എക്സാം, യു ക്യാൻ ഗോട്ട് 80 മാർക്സ് ഔട്ട് ഓഫ് 50. അതായത് 50-ൽ 18 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എക്സാമിൽ പാസ് ആവുള്ളൂ. പക്ഷെ ഇലക്ഷനിൽ അങ്ങനെയാണോ? ഇത്ര വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ വിൻ ചെയ്യോ? ഇല്ല. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, നോക്കാം. ദർ ക്യാൻ ബി ഡിഫറെന്റ് ക്രൈറ്റീരിയ ഫോർ ദിസ്. അതിന് ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് ഉണ്ട് ഇലക്ഷനിൽ വിൻ ചെയ്യാൻ, വിന്നറെ പ്രഖ്യാപിക്കണമെങ്കിൽ. നോക്ക്, ദ അബ്സല്യൂട്ട് മൊണാർക്കി, അബ്സല്യൂട്ട് മെജോറിറ്റി ആൻഡ് സിമ്പിൾ മെജോറിറ്റി ആർ ടു സച്ച് സിസ്റ്റം. അങ്ങനെ വിന്നേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള, വോട്ട് ചെയ്ത് വോട്ടിൽ ആരാണ് ജയിച്ചു എന്ന് കണ്ടുപിടിക്കാനുള്ള രണ്ട് സിസ്റ്റമാണ്. ഒന്ന് അബ്സല്യൂട്ട് മെജോറിറ്റി ആൻഡ് സിമ്പിൾ മെജോറിറ്റി. പറഞ്ഞേ, അബ്സല്യൂട്ട് മെജോറിറ്റി ആൻഡ് സിമ്പിൾ മെജോറിറ്റി ആർ ദ ടു സിസ്റ്റം ഓഫ് ഫൈൻഡ് ദ വിന്നർ ഇൻ ആൻ എലക്ഷൻ. ഒരു വിന്നറിനെ ഇലക്ഷനിൽ കണ്ടുപിടിക്കാനുള്ള രണ്ട് സിസ്റ്റമാണ്. ഒന്ന് അബ്സല്യൂട്ട് മെജോറിറ്റി ആൻഡ് സിമ്പിൾ മെജോറിറ്റി. എന്താ മക്കളെ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാല്? അബ്സല്യൂട്ട് മെജോറിറ്റി മീൻസ് സെക്യൂറിംഗ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡ്. അതായത് മൊത്തം എത്ര വോട്ട് ചെയ്തോ അതിന്റെ ഹാഫ് കിട്ടണം, ഹാഫിൽ കൂടുതൽ, മോർ ദാൻ ഹാഫ് കിട്ടണം. ഇപ്പൊ മൊത്തത്തിൽ ഒരു 500 ആൾക്കാർ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര കിട്ടിയാൽ മാത്രമേ ജയിക്കുള്ളൂ? മോർ ദാൻ ഹാഫ്. ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? 500 ഉണ്ടെങ്കിൽ അതിന്റെ ഹാഫ് എത്രയാ? 250 അല്ലെ? മോർ ദാൻ 250 കിട്ടണം. മനസ്സിലായോ? അപ്പൊ 251 കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു. അപ്പൊ അബ്സല്യൂട്ട് മെജോറിറ്റിയും സിമ്പിൾ മെജോറിറ്റി ഉണ്ടല്ലോ. അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാല് സെക്യൂറിംഗ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡ്. മൊത്തം ചെയ്തതിന്റെ പകുതിയിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു എന്നുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയാം. ഇനി എന്താ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാല്? ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ്. അതായത് മൊത്തം 500 വോട്ട് ഉണ്ട്, അതിൽ ആൻമരിക്ക് 115 എണ്ണം കിട്ടി, ഫെയ്ത്തിന് 130 കിട്ടി, ഇനി ഷോണിന് 160 കിട്ടി, എനിക്ക് 200 കിട്ടി. അപ്പൊ അതിൽ ആരാ ജയിക്കുക? 200 കിട്ടിയാല്. മനസ്സിലായോ? അതാണ് ഏത്? സിമ്പിൾ മെജോറിറ്റി. അപ്പൊ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്. മൊത്തം ചെയ്തതിലെ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ അതാണ് വിന്നർ എന്നുള്ളതാണ് ഇത് സിമ്പിൾ മെജോറിറ്റി. ഇനി അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ സെക്യൂറിംഗ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡ്. മൊത്തം കിട്ടിയതിന്റെ പകുതിയിൽ കൂടുതൽ വോട്ട് കിട്ടുക. മനസ്സിലായോ ആൻമരിയ? ഡിഫറൻസ് കിട്ടിയോ? Absolute majority and simple majority. Absolute majority means securing more than half of the total votes polled. Then simple majority means highest number of votes. Okay, that is the difference between absolute majority and simple majority. കിട്ടിയില്ലേ? Next one, constituency. ഇത്രയൊന്ന് വായിച്ചു നോക്കിയേ മക്കളെ. സീക്രട്ട് ബാലറ്റും സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം ഒന്ന് വായിച്ചു നോക്കിയേ.
നെക്സ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യുവൻസി. നെക്സ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യുവൻസി. എന്താ കോൺസ്റ്റിറ്റ്യുവൻസി നോക്കാം. Electoral constituency refers to a territorial area which elects and sends the one representative either to the parliament or to the state assembly. An MP represents a parliamentary constituency in Lok Sabha, while an MLA representative an assembly constituency in Vidhan Sabha. നമുക്കറിയാം മെമ്പർ ഉണ്ട്, മെമ്പർ ഓഫ് പാർലമെന്റ്, അത് MP ഉണ്ട്, MLA ഉണ്ട്, ഇല്ലേ ഇല്ലേ? മുരളീധരൻ MP, പിന്നെ MLA വരെ പേര് പറഞ്ഞേ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇല്ലേ? അങ്ങനെ ആൾക്കാർ നമ്മൾ MLA MP എന്ന് പറയാറില്ലേ? എന്താ MLAയും MPയും തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ MLA ആൻഡ് MP? MLA മീൻസ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. MLA means member of legislative assembly. MP means member of parliament. Okay, member of legislative assembly and member of parliament. Okay, അപ്പൊ നമ്മൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് പാർലമെന്റ് ഉണ്ട്, രണ്ടാമത്തത് സ്റ്റേറ്റ് അസംബ്ലി. ഓക്കെ, പാർലമെന്റും സ്റ്റേറ്റ് അസംബ്ലിയും. അപ്പൊ ഈ പാർലമെന്റും സ്റ്റേറ്റ് അസംബ്ലി, അതായത് ലോക്സഭയും സ്റ്റേറ്റ് അസംബ്ലിയിലേക്കും, ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന അല്ലെ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന ആൾക്കാർ ആരായി മാറും? MP ആവും. മനസ്സിലായോ? ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന ആൾക്കാരെ നമ്മൾ MP എന്ന് പറയും, മെമ്പർ ഓഫ് പാർലമെന്റ്. ഇനി സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ സ്റ്റേറ്റ് അസംബ്ലിയിലുള്ള ആൾക്കാരെ MLA എന്ന് പറയും, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ഇപ്പൊ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസി പഠിച്ചു. ഏതൊക്കെയാ കോൺസ്റ്റിറ്റ്യുവൻസി? ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി. ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി. അപ്പം സ്റ്റേറ്റ് അസംബ്ലിയില് റെപ്രസെന്റേറ്റീവ് വിജയിച്ച ആളെ നമ്മൾ MP അല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയും ലോക്സഭയില്. ഇനി സ്റ്റേറ്റ് അസംബ്ലിയില് വിൻ ചെയ്ത ആൾക്കാരെ, സെലക്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ MLA എന്ന് പറയും, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. കിട്ടിയോ? അപ്പൊ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലോക്സഭ കിട്ടിയില്ലേ? പാർലമെന്റ് അംഗം MPയും സ്റ്റേറ്റ് അസംബ്ലി അംഗം MLAയും ആണ്. ഓക്കെ, ഇത്രയും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തേല്? എനി ഡൗട്ട്? നോ. Next one, officers on election duty. Officers on election duty. You have already read that the Election Commission of India is entrusted with the task of conducting elections in the country. This independent body is headed by Chief Election Commissioner, who is appointed by the President. Under the CEC are various state election commissions, each responsible for elections in the representative state. ഇപ്പൊ election ഓരോ ഡ്യൂട്ടി, election ഡ്യൂട്ടിക്ക് ആളെ അല്ലേ, election ഡ്യൂട്ടിയിലെ ആൾക്കാരില്ലയോ, അതാരാ നോക്കുക? ഓഫീസേഴ്സ് ആരാ നോക്കുക? You have already read that the Election Commission of India is entrusted with the task of conducting elections in the country. So election duty, electionനെ ഒരു തന്നെ election commission എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ ഇല്ലേ? അപ്പൊ ഇൻഡിപെൻഡന്റ് ബോഡി ഈസ് ഹെഡഡ് ബൈ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അതായത് ഇലക്ഷൻ ബോഡിയിലെ ഇലക്ഷൻ ബോഡി ഇൻഡിപെൻഡന്റ് ആയി കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ CEC, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. Then who is appointed by the president? അതായത് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. The chief election commissioner or CEC is appointed by president. Under the CEC, various state election commissioners, each responsible for election in the representative states. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ നമ്മുടെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ഇലക്ഷൻ കമ്മീഷണറിന്റെ അല്ലെങ്കിൽ CEC-ന്റെ അണ്ടറിൽ കൺട്രോളിൽ അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ള കമ്മീഷണേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. മനസ്സിലായോ? CEC എന്ന് പറഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അപ്പൊ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത CEC-ന്റെ കൺട്രോളില് ഒരുപാട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. മനസ്സിലായോ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അപ്പൊ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
ഒന്ന് പറഞ്ഞു officers in election duty. First one, CEO. CEO means Chief Election Commissioner. Chief Election Commissioner who is appointed by President of India. അല്ലെങ്കിൽ President elected the Chief Election Commissioner. Then under the Chief Election Commissioner, under the CEC, many state election commissioners are there. Okay, these state election commissioners are working for the state election duties. മനസ്സിലായോ? For the respective state. ഓരോ സ്റ്റേറ്റിന് വേണ്ടിയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് വർക്ക് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തത്. അടുത്ത പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എനി ഡൗട്ട് എനിബഡി? പെയ്ത്തെ ബാക്കിയുള്ളവരൊക്കെ പോയി. ഡൗട്ട് ഉണ്ടോ? See you in the next class. Miss 350. എന്ത് അടുത്ത ക്ലാസ്സാ? ഓക്കെ ഓക്കെ മോനെ.